മാനസാന്തരപ്പെടുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. മാനസാന്തരപ്പെടാത്ത ഒരു മനുഷ്യനും സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. ഈ മാനസാന്തരം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശരീരഭാഷ കൊണ്ട് സംസാരിക്കുന്നതും ശരീരഭാഷയും കൊണ്ട് ആംഗ്യം കാണിക്കുന്നതും നമ്മുടെ ശരീരഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില ശബ്ദങ്ങളുമാണ് മാനസാന്തരമെന്ന് പലപ്പോഴും നമ്മുടെ ചിന്താക്തിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പലരും അത് പഠിപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രവേശനം എന്ന് പറയുന്ന ദൈവരാജ്യം ഒരു ആത്മാവിൻ്റെ പ്രവേശനമാണ്. ആത്മാവിൻ്റെ പ്രവേശനം സംഭവിക്കുമെങ്കിൽ മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടണം. ഈ ബന്ധത്തിലുണ്ടാകുന്ന അമേൻ പ്രവേശനമാണ് ദൈവരാജ്യത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവേശനമാണ് ദൈവരാജ്യത്തിലുള്ള പ്രവേശനമായി തീരുമാറാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ വാമൊഴിയാൽ, വാങ്യഭാഷയാൽ, ശരീരഭാഷ കൊണ്ട് എന്തെങ്കിലും മാനസാന്തരം സംഭവിച്ചു എന്ന് എന്തെങ്കിലും ചിന്ത ഉള്ളവർ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവർ പലരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവർ തന്നെയാണ്. ഇന്ന് നിങ്ങൾക്ക് അയവിറക്കുവാനുള്ള സമയമാണ്. ഇന്ന് നിങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാനുള്ള അവസരമാണ്. യഥാർത്ഥത്തിൽ ഞാൻ മാനസാന്തരപ്പെട്ടുവോ? പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യവുമായി കണക്ഷൻ വേണമെങ്കിൽ ആത്മാവിൽ കണക്ഷൻ വേണം. സ്വർഗരാജ്യത്തിൽ ചെറിയവനാകണമെങ്കിൽ നീ ആത്മാവിൽ കണക്ഷൻ വേണം. പരിശുദ്ധാത്മാവിൻ്റെ ബന്ധത്തിൽ പെടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളൊക്കെ സ്വർഗരാജ്യത്തിൽ എത്തിയോ എന്ന് ഒന്ന് പുനർപരിശോധിക്കണം. ആ പരിശോധിക്കുമ്പോൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴെ വീഴണം. ദൈവമേ, എൻ്റെ ആംഗ്യഭാഷ കൊണ്ടും ശരീരഭാഷ കൊണ്ടുമാണ് ഞാൻ പലപ്പോഴും മാനസാന്തരമെന്ന് കരുതി ഞാനിങ്ങനെ ആശ്വാസമായിരിക്കുന്നത്. അങ്ങനെയല്ല. എനിക്ക് മാനസാന്തരപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുള്ള ബന്ധത്തിലാണ്. ഈ ബന്ധത്തിൽ എനിക്ക് ജീവിതത്തിൽ മാനസാന്തരപ്പെടുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ രണ്ടാം ഘട്ടം, രണ്ടാം ഉടമ്പടിയായ പുതിയ നിയമസഭയിലേക്ക് എനിക്ക് പ്രവേശനം ലഭിക്കുന്നത്, എനിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് എന്നൊരു ചിന്താഗതിയുമായി ഇരിക്കുന്നവൻ്റെ ജീവിതത്തിൽ മാത്രമേ ഒരു പ്രവേശനം സംഭവിക്കുകയുള്ളൂ. ഇത് പലപ്പോഴും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കാതെ നോക്കുകുത്തിയായി ഇരിക്കുന്നവരാണ് നമ്മുടെ ഇടയിലുള്ളവരെല്ലാവരും. അങ്ങനെ ആകരുത് ദൈവമക്കളെ. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും ഒന്നുമല്ല. ഈ ലോകത്തിൻ്റെ കാര്യമെല്ലാം ഭക്ഷണവും പാനീയവും പോലെ അങ്ങനെ എളുപ്പമായി നേടുവാനും എളുപ്പമായി തിന്നുവാനും എളുപ്പമായി ദഹിക്കുവാനും കഴിയുന്നൊരു കാര്യമല്ല. ഇതിന് വില കൊടുക്കണം. വില കൊടുത്താൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് നമുക്ക് ആക്കം കൂട്ടുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്.